മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖല മാവോയിസ്റ്റ് മുക്തമാകുന്നു. മാവോയിസത്തിലെ ഏറ്റവും ശക്തനായ നേതാവ്, ഈ മേഖലയിലെ ഏറ്റവും ശക്തനായ നേതാവ് രാംധർ തൻ്റെ 11 കേഡർമാർക്കൊപ്പം ഇന്ന് പുലർച്ചെയാണ് കീഴടങ്ങിയത്. പതിറ്റാണ്ടുകളായി ഈ മേഖല മാവോയിസത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലയാണ്. ആ മേഖലയിൽ നിന്നാണ് ബക്കാർകട്ട പോലീസ് സ്റ്റേഷനിൽ രാംധറും കൂട്ടാളികളും കീഴടങ്ങിയിരിക്കുന്നത്. കുക്കി ഗ്രാമത്തിലാണ് രാംധർ കീഴടങ്ങിയിരിക്കുന്നത്. അയാളുടെ AK-47 തോക്കുകൾ അടക്കം ഉള്ള വൻ ആയുധ സന്നാഹങ്ങളും ഇതോടൊപ്പം തന്നെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. രാംധറിനൊപ്പം ചന്തു, ലളിത, ജാനകി, പ്രേം, രാം, ദാദാ സുരേഷ് എന്നിവരുൾപ്പെടെ ഡിവിഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അയാൾക്കൊപ്പം കീഴടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖലയിൽ വിരലിലുണ്ടാവുന്ന സായുധ കേഡർമാർ മാത്രമേ രാംധറിനൊപ്പമുള്ളൂ എന്ന് നേരത്തെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇയാൾ കീഴടങ്ങിയതോടുകൂടി ഒരു വലിയ ഒരു സമാധാനമാണ് ഈ മേഖലയിൽ സാധ്യമായിരിക്കുന്നത്. വലിയ എണ്ണമറ്റ ക്രൂരതകൾ ചെയ്തു വന്ന ഏറ്റവും ക്രൂരനായിട്ടുള്ള മാവോയിസ്റ്റ് നേതാവായിട്ടാണ് രാംധറിനെ അറിയപ്പെട്ടിരുന്നത്. രാംധറിൻ്റെ കൂട്ടാളികൾ പെട്ട സുനിത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവ് നേരത്തെ തന്നെ കീഴടങ്ങിയിരുന്നു. അവർ പറഞ്ഞത് രാംധർ വലിയ ക്രൂരനാണ്, ലൈംഗിക ഉപദ്രവങ്ങൾ അടക്കം ഇയാൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളെ ഒരു ഉപകരണം പോലെയാണ് ഇയാൾ കണക്കാക്കിയിരുന്നത്. അത്ര വളരെ ക്രൂരമായിട്ടാണ് തൻ്റെ കൂട്ടാളികളെ പോലും ഇയാൾ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള വളരെ ക്രൂരനായിട്ടുള്ള നേതാവാണ് രാംധർ. രാംധർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ്. അപ്പം ഇയാളുടെ ഒരു കീഴടങ്ങലോടുകൂടി വലിയ തിരിച്ചടിയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നവംബർ 29 വികാസ് നാരെ ആനന്ദ് കീഴടങ്ങിയതിന് ശേഷം രാംധർ തീർത്തും ഒറ്റപ്പെട്ടിരുന്നു. ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ കീഴടങ്ങലിന് പ്രേരിപ്പിച്ചത്. ബലാഘട്ടിൽ 2.36 കോടി രൂപയുമായിട്ട് മാവോയിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ മുമ്പാകെ കീഴടങ്ങിയതിന് ശേഷമാണ് രാംധർ കീഴടങ്ങിയിരിക്കുന്നത്. മധ്യപ്രദേശ് പോലീസിൻ്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ വിജയം നേടിയ ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം മാത്രമാണ് ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾ ഭീകരാക്രമണങ്ങൾ നടത്തി വരുന്നത്. ദന്തേവാഡ, ബിജാപൂർ ദന്തേവാഡ മേഖലയിലായിരുന്നെങ്കിലും ഈ ഒരു പ്രദേശങ്ങളിൽ മാവോയിസത്തിന് വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ആ സാന്നിധ്യമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. മാവോയിസ്റ്റിൻ്റെ ഒരു യുഗത്തിന് തന്നെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൻഹ നാഷണൽ പാർക്കിന് സമീപ മേഖലയിൽ നിന്ന് ഇനി കുറച്ച് നക്സൽ കേഡറുകൾ മാത്രമേ ഉള്ളൂ. ഇവരെയും കൂടി ഒഴിപ്പിക്കുന്നതോടുകൂടി ഇടത് ഭീകരവാദികളിൽ നിന്ന് രാജ്യം മുക്തമാകും. 2026 മാർച്ച് 31 ഇടത് ഭീകരവാദത്തെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ഏറ്റവും ശുഭസൂചകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഞായറാഴ്ച കീഴടങ്ങിയ 10 മാവോയിസ്റ്റ് ലീഡർമാരും മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സോണിൻ്റെ വടക്കൻ മേഖലയുടെ ഭാഗമാണ്. കൻഹ ബോറേദേവ് ഡിവിഷൻ്റെ ഭാഗമാണ് ഇവർ 10 പേരും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ 2 പേരായിരുന്നു, കബീർദാം സോദിയും അതുപോലെ തന്നെ രാംധറും. ഇവർ 2 പേരും കീഴടങ്ങിയതോടുകൂടി വളരെ ഒരു വലിയ ആശ്വാസമാണ് ഈ മേഖലയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് മാവോയിസ്റ്റ് നേതാക്കന്മാരുടെ കീഴടങ്ങലിന് എന്നതിനുപരി ഇവർക്ക് ഭീകരവാദികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഭീകരവാദികളുടെ ഒരു നെറ്റ്വർക്ക്, അവരുടെ ഒരു മഹാഗഡ്ബന്ധൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. ഭീകരവാദികളും മാവോയിസ്റ്റുകളും മതേതരത്വ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യൂണിറ്റ് ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർബൻ നക്സൽസിൻ്റെ ഒരു വിഭാഗം വളരെ ശക്തമായി തന്നെ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. കോളേജിൽ നിന്ന് അടക്കം വിവിധ മേഖലകളിൽ നിന്ന് പ്രൊജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് ഈ മേഖലയിൽ എത്തുകയും അതിനുശേഷം ഇവരുമായി ബന്ധം പുലർത്തിയതിനു ശേഷം നഗരങ്ങളിൽ ഇവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് ഇവർ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ സഹായ സഹകരണങ്ങൾ വിഘടനവാദികളിൽ നിന്ന് ലഭിച്ചിരുന്നു. മതേതരത്വ പാർട്ടികൾ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് അതിൻ്റെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇവർ ഭീകരവാദികൾക്കൊപ്പം സഹകരിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഒരു വലിയ സാധ്യത, വിഘടനവാദത്തിൻ്റെ ഒരു സാധ്യതയെ തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന, മുൻ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു
വിദ്യാസമ്പന്നരുടെ ഒരു വലിയ വിഭാഗം ഇവർക്കൊപ്പം ഭീകരവാദികൾക്കൊപ്പം അണിനിരക്കുന്നത് പോലെ തന്നെ വിദ്യാസമ്പന്നരുടെ ഒരു വലിയ വിഭാഗം ഇത്തരം മാവോയിസ്റ്റ് നേതാക്കന്മാർക്കൊപ്പം അണിനിരക്കുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് രാജ്യത്തുണ്ടായത്. നോക്കൂ, രാജ്യത്തിൻ്റെ അമർ ജവാൻ ജ്യോതിക്ക് മുന്നേ പോലും മാവോയിസ്റ്റ് നേതാക്കന്മാർ അമരന്മാരാണ്, ധീരന്മാരാണ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുവാനായിട്ട് ഒരു വിദ്യാർത്ഥി സമൂഹം തയ്യാറായി എന്ന് പറയുമ്പോൾ അതിലപ്പുറം രാജ്യത്തിന് ഉണ്ടാകുന്ന ഒരു ക്ഷീണം, അത്തരമൊരു പ്രവൃത്തി കാരണം രാജ്യത്തിന് അനുഭവപ്പെട്ട ഒരു ക്ഷീണം. കാരണം രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസം നേടിയെടുത്തവർ രാജ്യത്തിനെതിരെ തന്നെ തിരിയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയ്ക്കും കൂടിയാണ് ഒരു വലിയ മോചനം ഇത്തരം മാവോയിസ്റ്റ് നേതാക്കന്മാരുടെ കീഴടങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയാണ് ഇന്ന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.